ത്തോളം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ ദിവസം ഗ്രാൻഡ് മുഫ്തി, സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ലോകത്തോടായി പറഞ്ഞു, സിറിയക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ഹലബിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ ഷാം, അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ സൂരിയ, അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ ഹലബ്, അല്ലാഹുമ്മ ഇർഫഅ അൻഹും അദ്ദുൽമ വത്തുഗ്യാൻ, അല്ലാഹുമ്മ ഇർഹംഹും ബിറഹ്മതിക എന്ന് പ്രാർത്ഥിക്കാതെ ഒരു സത്യവിശ്വാസിക്ക് ഇവിടുന്ന് കടന്നു പോകുവാൻ സാധ്യമല്ല. നിങ്ങൾക്കറിയുമോ, നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ പോലും തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ പോലും കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പണ്ഡിതന്മാരെയും നേതാക്കളെയും വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെ നിഷേധിച്ചാലും ശരി, വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വിവേചനത്തിന്റെ ഒരു രാഷ്ട്രീയം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നീതിരഹിതമായ അന്വേഷണ പ്രഹസനങ്ങൾ നടക്കുന്നു. എന്റെ സഹോദരൻ, നിങ്ങളുടെ സഹോദരൻ എം അക്ബറിനെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും അന്വേഷണ ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നുവെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ISMന്റെ പേരിൽ മുജാഹിദ് യുവത അത്തരം പ്രശ്നങ്ങൾക്കെതിരെ അതിശക്തമായി രംഗത്തിറങ്ങുകയും ഒരു കാൽ നൂറ്റാണ്ടായിക്കൊണ്ട് ഭീകരതയ്ക്കും തീവ്രതയ്ക്കുമെതിരെ ഭൈഷണികമായ രചന നടത്തുകയും പ്രഭാഷണം നിർവഹിക്കുകയും ചെയ്യുന്ന എം അക്ബറിനെ അകാരണമായിക്കൊണ്ട് ആരെങ്കിലും ആക്രമിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുജാഹിദ് കേരളം അതിനതിശക്തമായി നേരിടുക തന്നെ ചെയ്യുമെന്ന് ഈ സന്ദർഭത്തിൽ ISMന്റെ വലിയ ഭാരവാഹി എന്ന നിലയിൽ നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത് നമ്മുടെ ദൗത്യമാണ് സഹോദരങ്ങളെ. ഇന്ന് ജാക്കിർ നായിക്കാണെങ്കിൽ, നാളെ അക്ബർ ആണെങ്കിൽ, നാളെ മറ്റൊരുത്തനിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തെ ഭയപ്പെടുത്തി നിരാശരാക്കി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ അതിശക്തമായി പടപൊരുതേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. ഈ രാജ്യം നമുക്ക് നൽകുന്ന തണൽ, ഈ രാജ്യത്തെ ഭരണഘടന നമുക്ക് നൽകുന്ന തണൽ, അത് അതിന്റെ സൗന്ദര്യവും അതിന്റെ ഭദ്രതയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഏതെങ്കിലും രാജ്യത്തെ മൂലയിലിരുന്നു കൊണ്ട് ലോകത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നവരല്ല നമ്മുടെ നേതാക്കള്. അബൂബക്കർ ബഗ്ദാദിയുടെ പിൻഗാമികളല്ല നമ്മള്, ഐമൻ ലവാഹിരിയുടെ പിൻഗാമികളല്ല, അലി ഖാമിനിയുടെ പിൻഗാമിയല്ല, ഹസൻ നസ്റുള്ളയുടെ പിൻഗാമികളല്ല. നാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന, പ്രവാചകന്റെ പാഠശാലയിൽ നിന്ന് ദീനെന്തെന്ന് പഠിച്ച മഹാന്മാരായ സച്ചരിതരായ ആളുകൾ വരച്ചു കാണിച്ച പാതയിലൂടെ ധീരമായി മുന്നേറുന്ന ഒരു വിഭാഗമാണ്. വിവേകശൂന്യമായ എടുത്തുചാട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർ സൂക്ഷ്മന്യൂനപക്ഷമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിവേകപൂർണമായ ഇടപെടലിലൂടെ, ധൈഷണികമായ ചെറുത്തുനിൽപ്പിലൂടെ, വൈജ്ഞാനികമായ ഭദ്രതയും കരുത്തും നേടിക്കൊണ്ട് മാത്രമേ സമകാലിക വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ കഴിയുകയുള്ളൂ. വിവേകശൂന്യമായ എടുത്തുചാട്ടങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന ഭീകര സംഘങ്ങളെ, തീവ്ര സംഘങ്ങളെ തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. എന്റെ സഹോദരങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കണം, UAPA പോലുള്ള കരിനിയമങ്ങള് മതവും നിറവും നോക്കി ചുമത്തുന്ന വളരെ ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാസ്ഥാനികമായി, ആദർശപരമായി നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് വിരോധമുണ്ടായേക്കാം. പക്ഷേ അവരുടെ ചില വാക്കുകളിൽ പിടിച്ചുകൊണ്ട്, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അവിവേകത്തിൽ പിടിച്ചുകൊണ്ട് കരിനിയമങ്ങൾ മതവും നിറവും നോക്കി ചുമത്തുന്ന ഒരു സാഹചര്യത്തെ അനുവദിക്കാൻ നമുക്കാവില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയെ നിഷേധിക്കുകയും ഇന്ത്യൻ ഭരണഘടനയെ പരിഹസിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് തരം താഴുന്ന യുവാക്കളല്ല നമ്മള്. ഈ രാജ്യത്തെ ഭരണഘടനയോട് 100% കൂറു പുലർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണെന്നും എനിക്ക് ഇന്ത്യ നൽകുന്ന ഈ തണൽ, അതാണ് ഏറ്റവും വലിയ തണലെന്നും വിശ്വസിച്ചുകൊണ്ട് ഇവിടെ മതസമൂഹത്തിൽ ബഹുസ്വരതയുടെ ആശയം പ്രസരിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള ബാധ്യതയാണ് എനിക്കിവിടെ നിർവഹിക്കുവാനുള്ളത്. ഏതെങ്കിലും നാട്ടിലേക്ക് ഒളിച്ചോടിക്കൊണ്ട് എന്റെ മതത്തെയും എന്റെ കുടുംബത്തെയും എന്റെ രാഷ്ട്രത്തെയും ഒറ്റിക്കൊടുക്കുവാനോ പരിഹസിക്കുവാനോ എന്റെ യുവാക്കളെ ഞാൻ തയ്യാറില്ലെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മതത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടും മതത്തിന്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ടുമല്ല നാം മുന്നോട്ട് പോകേണ്ടത്. മതത്തെ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുത്തുകൊണ്ടും ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചേറ്റിക്കൊണ്ടും യഥാർത്ഥ മതവിശ്വാസിയായിക്കൊണ്ട് നമ്മുടെ ദൗത്യം നാം നിർവഹിക്കുകയാണെങ്കിൽ എല്ലാ ശത്രുവിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് കഴിയും. സ്പെയിനിലെ ഷാത്തിബയും കുർത്തുബയും ലോകത്തോട് പറഞ്ഞ വൈജ്ഞാനിക വിപ്ലവമാണ് നമുക്കിവിടെ നിർവഹിക്കാനുള്ളത്.
കാഹിറയും ദിമഷ്കും നിർവഹിച്ച നാഗരിക സാംസ്കാരിക വികാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്കിവിടെ നിർവഹിക്കുവാനുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നിരാശരായി മൂലയിലൊതുങ്ങുന്ന ഒരു യുവത്വത്തെയല്ല നാം താല്പര്യപ്പെടുന്നത്. മുന്നോട്ട് മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നന്മയുടെ സഞ്ചാര പഥത്തിലൂടെ മുന്നേറിക്കൊണ്ട് നമ്മുടെ നേതൃത്വത്തെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ ലോകത്ത് അത്ഭുതങ്ങൾ വിരിയിക്കുവാനും സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മത മൂലധനം സംഭരിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാക്കുവാനും മുജാഹിദ് യുവത്വത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, ഈ മഹത്തായ ഐക്യ മഹാസമ്മേളനത്തിന് നിങ്ങൾക്കറിയാവുന്ന പോലെ ചില്ലറ സാമ്പത്തിക ബാധ്യതകളുണ്ട്. നമ്മുടെ വളണ്ടിയേഴ്സ് ഒരു ബക്കറ്റുമായി സദസ്സിലൂടെ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ കയ്യിൽ കരുതിയത് ആ ബക്കറ്റിൽ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി ISM ജനറൽ സെക്രട്ടറി ഡോക്ടർ ജാബിർ അമാനിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على أشرف الأنبياء والمرسلين محمد وآله وصحبه أجمعين. أما بعد. വേദിയിലുള്ള സമാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, ജ്വലിക്കുന്ന ആദർശദാർഢ്യവും അണമുറിയാത്ത ആവേശവുമായി ഈ ഐക്യമഹാസമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരീ സഹോദരങ്ങളെ, 14 വർഷത്തെ കൂടുതലൊന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചരിത്രം എല്ലാ സമയത്തും ഓർത്തെടുക്കേണ്ട 14 നൂറ്റാണ്ട് മുമ്പുള്ള സ്നേഹത്തിന്റെയും ഒരുമയുടെയും ചരിത്രത്തിലേക്ക് തിരിച്ചൊഴുക്കിയിട്ടുള്ള ഏറെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിവാദങ്ങളും അപരവൽക്കരണങ്ങളും ആർത്തിരമ്പി വരുന്ന സാഗരം പോലെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഇത്തരമൊരു സാമൂഹിക സാഹചര്യത്തിൽ